ആകെ ഇൻസൾട്ടഡ് ആയിട്ടാണ് പോയതല്ലേ അമ്പിമാമ? ഏയ്, പുള്ളിക്കാരൻ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. തെറ്റെൻ്റെ ഭാഗത്തുണ്ട് ഗീത. നിങ്ങളോടൊക്കെ ഞാനൊരൽപ്പം സ്വാതന്ത്ര്യം കൂടുതൽ എടുത്തോ എന്ന് സംശയം. അങ്ങനെയൊന്നും വിചാരിക്കരുത്. BP അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു എന്ന് കരുതിയാ മതി. ഹേയ്, ഞാനും അങ്ങനെ തന്നെ കരുതിയിട്ടുള്ളൂ ഗീത. എന്നാലും VPയുടെ നാവിന്ന് തന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ മനസ്സൊന്ന് ആടിപ്പോയി. കുറച്ചു കഴിഞ്ഞ് BP വന്ന് സോറി പറയും. അമ്പിമാമനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ VPക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും. അത് ഉറപ്പല്ലേ? അയാളുടെ സ്വഭാവം എനിക്കറിയില്ലേ. ഇനി ആ സങ്കടം കൂടി കാണാൻ എനിക്കാവില്ല മോളെ. ഞാനും ഇറങ്ങുക. പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം. അമ്പിമാവൻ കൂടെ പോയാൽ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോവും. എന്തായാലും സാരമില്ല, പോണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. അല്ലെങ്കിലും ഇവിടെ നിന്നാലും മനസ്സമാനം എന്നൊന്നില്ലല്ലോ. നിന്റെ കാര്യം ആലോചിച്ചാ മോളെ എനിക്ക് വിഷമം. തളരരുത് എന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ബാക്കിയൊക്കെ നിന്റെ മനോബലം പോലിരിക്കും. പക്ഷേ ഗീത, എന്തു വന്നാലും നീ ആ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കൊടുക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അങ്ങനെ പറയുന്നത്. ആ പിടിവള്ളി കൂടി നിനക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ VPയെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അത് ഓർമ്മ വേണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയാളോട് യാത്ര പറയാൻ ഞാൻ നിൽക്കുന്നില്ല. ഇനി ആ സങ്കടം കൂടി കാണാൻ എനിക്ക് വയ്യ. ഇടയ്ക്ക് വിളിക്കാം. എന്താ ഡോക്ടറെ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഞാൻ മാളുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവളെ കണ്ടിട്ടിപ്പോ എന്തിനാ? അതാ മുത്തശ്ശി, ഞാൻ മാളുവിനെ കാണുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി ഇതിൽ കൂടുതൽ എന്തോ കുഴപ്പമുണ്ടാകാനാ? ഞങ്ങളുടെ കൊച്ചിനെ പറഞ്ഞു മോഹിപ്പിച്ച് പിന്നാലെ കൂടിയിട്ട് ഒടുക്ക ആർക്കും വേണ്ടാത്തൊരുത്തിക്ക് വേണ്ടിയിട്ട് അവളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഉപകാരമൊന്നും ഇവിടെ ആരും ചെയ്യാനില്ല. വന്നേക്കുന്നു ക്ഷേമം അന്വേഷിക്കാൻ. അല്ല, ഡോക്ടർ തനിച്ചാണോ വന്നത്? പുതിയ കൂട്ടുകാരെയും കൂടെ കൊണ്ടുവരാൻ എന്താ? മാളുവിന്റെ ഇപ്പോഴത്തെ കോലം കാണുമ്പോഴേ അവക്കങ്ങ് സന്തോഷമായേനെ. മുത്തശ്ശി, വന്നത് ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാനങ്ങ് പോയേക്കാം. ആ ജോബിൻ, വന്നിട്ടെന്താ അകത്തേക്ക് പോലും കയറാതെ തിരിച്ചു പോകുന്നത്? ഞാൻ വന്നത് മുത്തശ്ശിക്ക് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു ആന്റി. എന്നാ പിന്നെ അധികം വെറുപ്പിക്കാതെ സ്ഥലം വിട്ടേക്കാന്ന് കരുതി. എന്താമേ ഇത്? വന്നത് ആരാന്ന് പോലും നോക്കാതെ. ആരായാലും എനിക്കെന്താ പറയാനുള്ളത്? ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്റെ കൊച്ചിന്റെ കാര്യത്തിലേ എനിക്ക് അത്രയ്ക്ക് ദണ്ണമുണ്ട്. അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ജോബിൻ വരും. മാളുവിന് നല്ല സുഖമില്ലാന്ന് മമ്മി പറഞ്ഞു. എന്താ പറ്റി ആന്റി? ഒന്നും പറയണ്ട ജോബിൻ. 2 ദിവസമായി അവൾ ആകെ മൂഡ് ഓഫാ. ഏതു നേരവും റൂമിൽ തന്നെ അടച്ചിരിപ്പാ. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവിക്കുമോന്ന് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ആന്റി. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മാളുവിൻ്റെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനാ ഞാൻ വന്നത്. എന്നാൽ ഞാൻ മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവള് റൂമിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിനക്ക് മതിയായില്ലേ അശ്വതി? ഇതൊക്കെ കാണുമ്പോഴേ എന്റെ പെരുവരലിൽ നിന്ന് പെരുത്ത് കയറുക. എക്സ്ക്യൂസ് മീ. അടുത്ത
അടുത്തേക്ക് വരാമല്ലോ അല്ലേ? ഇന്നലെ ഇന്നുമായി ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു. ഫോൺ എടുക്കാത്തത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലായി. എന്താടോ താനിങ്ങനെ ഇങ്ങനെ പിണങ്ങാനും മാത്രം നമുക്കിടയിൽ എന്താ സംഭവിച്ചത്? വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനല്ലേ നമ്മൾ തമ്മിൽ പിണങ്ങിയത് അല്ലേ? എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഡോക്ടർ പ്ലീസ്, ഭംഗിവാക്ക് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനാണ് ഈ വരവിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്ര കഷ്ടപ്പെടണമെന്നില്ല. ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യം. പെട്ടെന്ന് തനിച്ചായതുപോലെ ഒരു തോന്നൽ എന്ന് കരുതി ഡോക്ടർ പേടിക്കണ്ട. പഴയതുപോലെ ഒരു ഡിപ്രഷനിലേക്കൊന്നും ഞാൻ പോയില്ല. 1-2 ദിവസത്തിനകം ഈ മടുപ്പിൽ നിന്ന് ഞാൻ പുറത്തു വരും. പഴയ മാളും ആവുകയും ചെയ്യും. ഐ ആം ഷുവർ. താൻ പഴയ മാളും ആവുമായിരിക്കും. പക്ഷേ പഴയ ജോബിനാവാൻ ഞാൻ എന്തു ചെയ്യും? എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ തനിക്ക്? ഓ, അത് മറന്നു. എന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പിണങ്ങേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലേ? സത്യമാണ് മാളവിക, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. മാളവിക മുരളീധരൻ ജോബിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ താനില്ലാതെ എനിക്കിപ്പോ പഴയ ജോബിനാവാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. എന്താ ഇനിയും വിശ്വാസമായില്ലേ തനിക്ക്? ഞാനിത് വിശ്വസിക്കുമായിരുന്നു. ഇന്നലെ ഡീസെന്റിക്ക് മുമ്പേ ഡോക്ടറാണ് എന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ. സത്യം പറയാ, ഇന്നലെ എന്നെ വിഷമിപ്പിച്ചതിന് ഡോക്ടർക്ക് മമ്മിയുടെ നല്ല വഴക്ക് കിട്ടിയില്ലേ? ആന്റിയെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ വരവ്? പിന്നെ എന്നെ വിശ്വസിപ്പിക്കാൻ കുറെ ക്ലീശ വാചകങ്ങളും. എന്താ ചിരിക്കുന്ന? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? മാളു, താനൊരു എക്സ്ട്രാ ഓർഡിനറിയാ, ബ്രില്യന്റുവാ, അതേപോലെ മണ്ടിയുവാ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ രണ്ടിന്റെ എക്സ്ട്രീമാ താൻ. സമ്മതിച്ചു, കുറവുകളെ എനിക്കുള്ളൂ. അതറിഞ്ഞിട്ടും എന്തിനാ എന്നെ? എന്തിനാന്ന് ചോദിച്ചാ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പോരെ? വെറുതെ വെറുതെ പറയുന്നതാ ഇതൊക്കെ. എങ്കിലും അങ്ങനെ കരുതിക്കോളൂ. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൂനെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് താൻ എന്നോട് ആവശ്യപ്പെട്ടത് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണോ? എനിക്കറിയാവുന്ന മാളവികയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ലെന്ന എൻ്റെ വിശ്വാസം. കാരണം അപ്പൂന് ഞാനൊരു കൂടപ്പിറപ്പാണെന്ന് എൻ്റെ മമ്മിയെപ്പോലെ തനിക്ക് നന്നായി അറിയാം. എന്താ ശരിയല്ലേ? എനിക്കറിയില്ല ഡോക്ടർ, ഞാൻ എന്താ ഇങ്ങനെയെന്ന്. അപ്പു ഇപ്പോഴും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാ. അപ്പുനെ വെറുക്കാനോ മറക്കാനോ എനിക്കൊരിക്കലും കഴിയേയില്ല. എന്നിട്ടും അവളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് വാശി പിടിച്ചത് എനിക്ക് ഡോക്ടറെയോ അവളെയോ വിശ്വാസമില്ലാഞ്ഞിട്ടോ അല്ല. ഈ സ്നേഹം മറ്റാരും പങ്കുവെക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. അത് അപ്പു ആണെങ്കിൽ കൂടി അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാ. എനിക്കറിയാം മാളു. തന്നെ ഇനിയും മിസ് ചെയ്യാൻ എനിക്ക് വയ്യടോ.
താനൊന്ന് റെഡിയാവുക, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരാളെ കാണാനുണ്ട്. ആരെ? അപ്പുനെയാണോ? അല്ല, VP അങ്കിളിനെയും പിന്നെ ഗീതാൻ്റെയും. അവര് തമ്മിൽ സെപ്പറേറ്റഡ് ആവാൻ പോവുക. സത്യമാണോ? സത്യമാണോ ഡോക്ടർ? അതെ. ഇനിയും ചിലപ്പോ അവരെ ഒരുമിച്ച് കാണാൻ നമുക്ക് അവസരം ഉണ്ടായില്ലെങ്കിലോ? താൻ വേഗം റെഡിയാവുക, ഞാൻ വെയിറ്റ് ചെയ്യാം. അശ്വതി, ഇതിനു വേണ്ടി അയാൾക്ക് എന്താ അവളോട് ഇത്ര സംസാരിക്കാൻ? ദേ അശ്വതി, ഒന്നാമതേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലിരിക്കുന്ന ബന്ധ. അമ്മയൊന്ന് അടങ്ങ്. ജോബിന് ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ വരുന്നതും ആളുമായിട്ട് സംസാരിക്കുന്നതും. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പോ? അതുപോലാണോടി ഇപ്പോ? എന്തായി ജോബിൻ? അവള് വല്ലതും പറഞ്ഞോ? മാളൂന് ഒരു കുഴപ്പമില്ല ആൻറ്റി. ഇനി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഉള്ളവരായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ആൻറ്റി, ഞാനും മാളു ഒന്ന് പുറത്തു പോവുക. 1 മണിക്കൂറിനകം തിരിച്ചു വരും. അതെ, അങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ടുള്ള ചികിത്സയൊന്നും വേണ്ട. ഡോക്ടർക്ക് അവളോട് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിനുള്ളിൽ വെച്ച് മതി. വെറുതെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. സോറി മാളു, തന്നെ എന്നോടൊപ്പം വിടാൻ പറ്റില്ലെന്നാ മുത്തശ്ശി പറയുന്നത്. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ ഇറങ്ങാം. ബൈ. ജോബിൻ നിക്ക്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വിജയങ്ങളിനെയും ഗീതാൻ്റെയും കാണാൻ. അപ്പുവിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയണം. അതറിയാനാ പോകുന്നത്. അതിന് വേണ്ടെന്നാണ് ഇവിടെ ഉള്ളവരുടെ തീരുമാനമെങ്കിൽ സോറി, പിന്നെ എനിക്കൊന്നും പറയാനില്ല. ജോബിൻ മാളുവിനെ കൊണ്ടുപോയിക്കോളൂ. ഇനി എനിക്ക് മാളുവിനെ കൊണ്ടുപോകാലോ, അല്ലേ മുത്തശ്ശി? വാ മാളു. ശരി. അമ്മയ്ക്കിപ്പോ സമാധാനം ആയല്ലോ. വെറുതെ കാര്യം എന്താണെന്നറിയാതെ ജോബിനെ കുറ്റപ്പെടുത്താൻ ചെന്നിട്ട് ഇപ്പൊ എന്തായി? അതെ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അന്ന് ഇതുപോലെ അപ്പുവിന്റെ സൈഡ് പറയാനും കൈയടിക്കാനും നിന്നതാ നിങ്ങൾ. എന്നിട്ടിപ്പോ എന്തായി? ദേ, ഈ പോയതും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. മോളെ, എന്തു പറ്റി? രണ്ടുപേരും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വെറുതെ ആന്റിയെ കണ്ടിട്ട് കുറച്ചു നാളായെന്ന് ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടം. എന്നാ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാന്ന് കരുതി. ഇവളങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടാ. എന്റെ കൈ കിടന്ന് തന്നെ ഇവളും വളർന്നത്. ഓ, ആ കഥകളൊക്കെ എനിക്കും അറിയാം. എല്ലാം വിസ്തരിച്ച് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അശ്വതിക്ക് മുരളിക്കൊക്കെ സുഖമല്ലേ? സുഖം. ഇന്ദിരാമ എന്ത് പറയുന്നു? മുത്തശ്ശി സുഖായിരിക്കുന്ന ആന്റി. ഇന്ദിരാമയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നി. നിങ്ങളുടെ കല്യാണക്കാര്യത്തില് ഇന്ദിരാമ ഇത്ര പെട്ടെന്നായോ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മുത്തശ്ശി ആദ്യമൊക്കെ എതിർത്ത് നിൽക്കുക തന്നെയായിരുന്നു. പക്ഷെ അമ്മയച്ഛനൊക്കെ പറഞ്ഞപ്പോ പിന്നെ അതിൽ വലിയ കാര്യമില്ലെന്ന് മുത്തശ്ശിക്ക് തന്നെ മനസ്സിലായി. വാശിക്ക് നീയും പിന്നോട്ടല്ലല്ലോ. ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നീ പിന്നെ ഈ ജന്മത്ത് മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ആന്റിക്ക് വലിയ സന്തോഷമായി മോളെ.
എന്റെ അശ്വതിയുടെയും ഡേസിയുടെയും മക്കളാണല്ലോ നിങ്ങള്. വാ, അകത്തേക്ക് വാ. നിങ്ങൾ ഇരിക്ക്, കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ഇപ്പൊന്നും വേണ്ട ആന്റി. വിജയങ്ങൾ എവിടെ? വിപി രാവിലെ എവിടേക്കോ പോയതാ. ആന്റി, ശരിക്കും ഞങ്ങൾ വന്നത് വിജയങ്ങളെ കണ്ട് സംസാരിക്കാനാണ്. അപ്പുവിന്റെ കാര്യം സംസാരിക്കാനാണ് വന്നതെങ്കിൽ അതിന് ശ്രമിക്കാതിരിക്കുന്ന ജോബിൻ നല്ലത്. ജോബിന് അനുഭവം ഉണ്ടല്ലോ. ഞങ്ങൾ വന്നത് അപ്പുവിന്റെ കാര്യം സംസാരിക്കാനാ. പിന്നെ ആന്റി ഇരിക്കും. അങ്കിളിനെ ആന്റിയുടെയും കാര്യം സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. എന്തിനാ ആന്റി നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അത് വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ഡിസിഷനിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല മോളെ. എല്ലാം വിപിയുടെ തീരുമാനമായിരുന്നു. ആരെടുത്ത തീരുമാനമാണെങ്കിലും അത് തിരുത്തണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. അപ്പുവിന് ആന്റി നൽകുന്ന സപ്പോർട്ടാണ് വിജയങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരവും ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പുവിന് ഞാൻ നൽകുന്ന സപ്പോർട്ട് മാത്രമല്ല ജോബിൻ വിപിയുടെ പ്രശ്നം. ഞാനിപ്പോഴും അവളെ സ്വന്തം കുഞ്ഞായി അംഗീകരിക്കുന്നു എന്നുള്ളതാ. അതിലെന്താ തെറ്റ്? അവൾക്ക് ഇങ്ങനൊരു മനസ്സുണ്ടായിപ്പോയിന്ന് വെച്ച് അപ്പൊ നിങ്ങളുടെ മകളല്ലാതാവില്ലല്ലോ ആന്റി. അത് വിപിക്കും അറിയാം മോളെ. പക്ഷെ ആ ആനുകൂല്യം അപ്പുവിന് കിട്ടരുതെന്നാ വിപിയുടെ വാശി. ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ വിപി ഇപ്പോഴും ഒറ്റ കണ്ടീഷനെ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അപ്പുവിനെ ഞാൻ മറന്നു കളയാ. അവളുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ലെന്ന് രേഖാമൂലം ഞാൻ വിപിക്ക് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് ആന്റി എന്ത് പറഞ്ഞു? അങ്ങനെ ചെയ്താൽ പിന്നെ ഈ അമ്മ ഉണ്ടാവില്ലല്ലോ മോളെ. അവളെ മറന്നുകൊണ്ട് എനിക്ക് വിജയപ്പണിക്കരുടെ ഭാര്യയായി മാത്രം ജീവിക്കണ്ട. ആന്റി, ഞാനൊരു വഴി പറയട്ടെ. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായി വിജയങ്ങൾ പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ കോംപ്രമൈസിന് വഴങ്ങിയാലോ? എന്ന് വെച്ചാ ജോബിൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പുവിന്റെ കാര്യം ഓർത്ത് ആന്റി വിഷമിക്കേ വേണ്ട. ഡേസി ആന്റിയുടെ വീട്ടിൽ അവള് സുഖമായിട്ട് കഴിഞ്ഞോളൂ, എത്ര നാള് വേണമെങ്കിലും. അതെ ആന്റി, അപ്പു അവിടെ കഴിയുന്നിടത്തോളം കാലം ആന്റിക്കൊരു കോംപ്രമൈസിന്. എന്ന് വെച്ചാൽ അപ്പുവിനെ മറക്കാൻ സമ്മതമാണെന്ന് ഞാൻ വേറൊരു രീതിയിൽ വിപിയോട് കോംപ്രമൈസ് ചെയ്യണമെന്ന് അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? വേണ്ട മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, അവളെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യവും പദവി എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ഉപാധികൾ വച്ച് എനിക്ക് ഭർത്തൃമതിയായി ജീവിക്കുകയും വേണ്ട. ആന്റിനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ആലോചനയില്ല. മനസ്സിൻ്റെ ഈ കലക്കമൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് പറയാനാണെങ്കിൽ കൂടി നീ എന്നെ കാണാൻ വന്നല്ലോ, സന്തോഷമായി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനില്ലെങ്കിലും അപ്പൂന് ആരുമില്ലാതാകില്ലെന്നുള്ളൊരു സമാധാനം ഇപ്പോൾ തോന്നുന്നുണ്ട്. അവളെ നോക്കാൻ ഈ 2 കൂട്ടുകാരുണ്ടല്ലോ, എൻ്റെ മോക്ക് തുണയായി ഈ 2 പേരുണ്ടല്ലോ, മതി. സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. നോ ഡേസി, ഡേസിനി എന്തൊക്കെ പറഞ്ഞാലും എത്ര ശക്തിയുക്തം വാദിച്ചാലും എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കണ്ടില്ലേ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. ഭാര്യയ്ക്കും മോൾക്കും നൽകാനുള്ള വിഹിതം അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി കടലാസിലാക്കിയിട്ടാണ് ഡേസി ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ പോലും പിന്നെ ആർക്കും എന്നെ ചോദ്യം ചെയ്യാൻ ഞാനായിട്ടൊരു അവസരം ഉണ്ടാക്കില്ല. ജീവിതത്തിൽ അത്ര പെർഫെക്റ്റ് ആണ് ഞാൻ.